ഭൂമിയുടെ കാന്തിക മണ്ഡലം അഥവാ റേഡിയേഷനുകളിൽ നിന്ന് നമ്മളെ സുരക്ഷിതമായി പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ആ വലിയ മാഗ്നറ്റിക് ഫീൽഡ് കടന്ന് നിങ്ങൾ ചൊവ്വയിലേക്ക് യാത്ര തിരിക്കുന്ന ആ നിമിഷം മുതൽ വളരെ ഭീകരമായിട്ടുള്ളൊരു കാര്യം സംഭവിക്കാൻ തുടങ്ങും. പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ചില അദൃശ്യമായ കണങ്ങൾ നമ്മുടെ തലയോട്ടി തുളച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങും. നമ്മൾ ഇന്ന് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു മെറ്റീരിയൽ സയൻസ് ടെക്നോളജിക്കും ഇതിനെ പൂർണ്ണമായി ഇപ്പോൾ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച സയൻറ്റിസ്റ്റുകളുടെ ഉറക്കം കെടുത്തുന്ന വലിയൊരു വൈരുദ്ധ്യം കിടക്കുന്നത് ആക്ച്വലി ഇവിടെയാണ്. കോടിക്കണക്കിന് ഡോളറുകൾ ചിലവാക്കി വർഷങ്ങളുടെ അധ്വാനം മാറ്റിവെച്ച് നമ്മൾ എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ആ ഒരു ഗ്രഹം നമ്മൾ ഭൂമിയിലെ ലോഞ്ച് പാഡിൽ നിന്ന് യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളെ കൊല്ലാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് സത്യം. അടുത്ത 10-15 വർഷങ്ങൾക്കുള്ളിൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ ചൊവ്വയുടെ ഉപരിതലത്തിൽ കാലുകുത്തും. അതൊരു വലിയ സംഭവമായിരിക്കും. അവർ മുകളിലേക്ക് നോക്കുമ്പോൾ ഭൂമിയെപ്പോലെ നീല നിറത്തിലുള്ള ഒരു ആകാശമായിരിക്കില്ല കാണുക, മറിച്ച് ബട്ടർ സ്കോച്ചിൻ്റെ നിറത്തിലുള്ള ഒരു അപരിചിതമായിട്ടുള്ള ആകാശമായിരിക്കും. അവിടെ ബോട്ടുകൾക്ക് താഴെ കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചൊവ്വയിലെ ചുവന്ന പൊടിപടലങ്ങൾ അമർന്നിരിക്കും. ഭൂമിയിൽ ഒരിടത്തും അനുഭവിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദത അവിടെ കേൾക്കാൻ പറ്റും. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ നിമിഷത്തിൽ ആ മഹാവിജയത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോഴും അവരുടെ ശരീരം വലിയൊരു തകർച്ചയിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ഭൂമിയിൽ നിന്ന് യാത്ര തിരിച്ച സമയത്തേക്കാൾ 15% ദുർബലമായിരിക്കും അവരുടെ അസ്ഥികൾ. അതായത് അവിടെ ഇറങ്ങുന്ന വ്യക്തിയുടെ സ്കെലറ്റൻ വലിയ തോതിൽ തകരാറിലായിട്ടുണ്ടാവും. കഴിഞ്ഞ 7 മാസത്തെ യാത്രയിൽ മരിച്ചുപോയ നക്ഷത്രങ്ങളിൽ നിന്നുള്ള അതിശക്തമായ റേഡിയേഷൻ നിരന്തരം അവിടെ എത്തുന്നവരുടെ തലച്ചോറിനെ ആക്രമിച്ചിട്ടുണ്ടാവും. അവരുടെ കാലുകൾക്ക് താഴെയുള്ള ആ പൊടിപടലങ്ങളിൽ ഭൂമിയിൽ കാണുന്നതിനേക്കാൾ 10 ലക്ഷം മടങ്ങ് വീര്യമുള്ള മാരകമായിട്ടുള്ള രാസവസ്തുക്കളുണ്ട്. ഇതൊക്കെ പോരാഞ്ഞ് അവർക്കൊരു സഹായം ആവശ്യമുള്ളപ്പോൾ ഒരു ഡോക്ടറുടെയോ എഞ്ചിനീയറുടെയോ സപ്പോർട്ട് വേണ്ടി വരുമ്പോൾ ഭൂമിയിൽ നിന്ന് അവരോടൊന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക. കാരണം പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു റേഡിയോ സിഗ്നലിന് പോലും ഭൂമിയിൽ നിന്ന് ചൊവ്വയിലെത്താൻ 24 മിനിറ്റ് സമയം ഏറ്റവും മാക്സിമം എടുക്കും. അതായത് അവിടെ നിന്നൊരു ഹലോ പറഞ്ഞാൽ ഏറ്റവും കൂടിയൊരളവ് നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചു മറുപടി കേൾക്കാൻ 48 മിനിറ്റ് കാത്തിരിക്കേണ്ടി വരും. മനുഷ്യ ചരിത്രത്തിൽ ഒരു ജീവിയും അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും വലിയ ഏകാന്തതയിലായിരിക്കും അവിടെ പോകുന്നവർ നിൽക്കുക. ഈ വീഡിയോ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ സെക്കൻഡ് മുതൽ എനിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായി സത്യസന്ധമായിട്ടൊരു കാര്യം പറയണമെന്നുണ്ട്. എനിക്ക് ചൊവ്വയെ വളരെ ഇഷ്ടമാണ്. അവിടേക്ക് പോകുക എന്ന മനുഷ്യൻ്റെ സ്വപ്നം നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിനുവേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന എഞ്ചിനീയർമാരോടും സയൻറ്റിസ്റ്റുകളോടും ആ വലിയ റിസ്ക് എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആസ്ട്രോനട്ടുകളോടും എനിക്ക് വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ചൊവ്വയിലേക്ക് പോകരുത് എന്നല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മളവിടെ പോകേണ്ടത് കൃത്യമായിട്ടുള്ള സയൻസിലൂടെ ആയിരിക്കണമെന്നാണ്. അവിടെ പോകുന്ന മനുഷ്യരുടെ ജീവൻ നിലനിർത്താൻ കഴിയുമെന്നുള്ള ഉറപ്പ് ടെക്നോളജിക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ യാത്ര ചെയ്യാവൂ. കാരണം ഇന്ന് 2026 ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും സൈക്കോളജിയും എല്ലാം വെച്ച് നോക്കിയാൽ സയൻസ് നമ്മളോട് പറയുന്ന ഒരു സത്യമുണ്ട്: നമ്മൾ റെഡിയല്ല. ചൊവ്വയിലേക്ക് പോകാൻ നമ്മളൊട്ടും പ്രാപ്തരല്ല. ആ യാത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇത് കണ്ടു തീരുമ്പോൾ ചൊവ്വയെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവ് മറ്റാർക്കും പെട്ടെന്ന് ലഭിക്കാത്ത ഒന്നായിരിക്കും. ചൊവ്വയിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ആവേശം കാണിക്കുന്ന പലർക്കും അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡീപ്പ് സ്പേസിൽ വെച്ച് മനുഷ്യൻ്റെ തലച്ചോറിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. ചൊവ്വയിലെ മണ്ണ് നമ്മുടെ ശ്വാസകോശത്തിൽ ചെന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയും. അവിടെ നിന്ന് തിരിച്ച് ഭൂമിയിലേക്കുള്ള യാത്ര മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രശ്നമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. ഇതിനെല്ലാം ശേഷം ഈ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സയൻസിന് ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. എന്തുകൊണ്ടാണ് ചൊവ്വയിൽ വെച്ച് മനുഷ്യ ശരീരം തകരുന്നത്? അതാണ് നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം. അവിടേക്ക് പോകാൻ വലിയൊരു റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. സ്പേസ് എക്സ് പോലെയുള്ള കമ്പനികൾ ഇപ്പോൾ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. ചൊവ്വയിലേക്ക് വഴി കണ്ടുപിടിച്ച് പോകാൻ പറ്റുമോ എന്നതുമല്ല പ്രശ്നം. 1965 മുതൽ നമ്മളവിടേക്ക് റോബോട്ടുകളെ അയക്കുന്നുണ്ട്. ഈ എഞ്ചിനീയറിംഗ് ചലഞ്ചസിനേക്കാൾ വലുതും ബുദ്ധിമുട്ടുള്ളതുമായ മറ്റൊരു പ്രശ്നമാണ് നമ്മൾ നേരിടുക. അത് നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 4 ബില്യൺ വർഷങ്ങൾ, അതായത് 400 കോടി വർഷങ്ങളെടുത്ത് പ്രകൃതി ഒരുക്കി തന്നൊരു വലിയ പരിണാമ പ്രക്രിയയിലൂടെയാണ് നമ്മുടെ ശരീരം ഇന്നത്തെ രൂപത്തിലെത്തിയത്. ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായൊരു മെഷീനായിട്ടാണ് ബോഡി ഇവോൾവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട്. ഈ ശരീരം ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ പരിണമിച്ചതുകൊണ്ട് മാത്രമാണ്. ഭൂമിയിലെ ഗ്രാവിറ്റി, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ ശ്വസിക്കുന്ന പ്രത്യേക അനുപാതത്തിലുള്ള ഗ്യാസസ്,
ഭൂമിയിലെ റേഡിയേഷൻ്റെ ലെവൽ എന്നിവയ്ക്ക് അനുസരിച്ചാണ് നമ്മുടെ ശരീരം ഇവിടെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭൂമിയുടെ ഈ സുരക്ഷിതമായ ചുറ്റുപാടിൽ നിന്ന് പുറത്തു കടന്ന് ഡീപ്പ് സ്പേസിലെ അതിശക്തമായ റേഡിയേഷൻ മനുഷ്യ ശരീരം ഇതുവരെയും നേരിട്ട് അത്രത്തോളം അനുഭവിച്ചിട്ടില്ല. മാസങ്ങളോളം ഗ്രാവിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ കിടന്നിട്ട് പെട്ടെന്നൊരു ദിവസം ജോലി ചെയ്യാൻ നമ്മുടെ ശരീരം ഇതുവരെയും എക്സ്പെർട്ടൈസ് നേടിയിട്ടില്ല. പ്രകൃതിയിൽ ഒരിടത്തും കാണാത്തത്രയും വിഷാംശമുള്ള പെർക്ലോറൈറ്റ് നിറഞ്ഞ വായു ശ്വസിക്കാൻ നമ്മുടെ ശ്വാസകോശത്തിനും കഴിയില്ല. നമ്മുടെ ശരീരം ഭൂമിക്ക് വേണ്ടി മാത്രം ഇവോൾവ് ചെയ്ത ഒന്നാണ്. ആ അനുകൂല സാഹചര്യത്തിൽ നിന്ന് അതിനെ എടുത്തു മാറ്റിയാൽ അത് പതുക്കെ തകരാൻ തുടങ്ങും. ഇതൊരു നെഗറ്റീവ് തോട്ടൊന്നുമല്ല, ഇതാണ് ബയോളജിയുടെ ഒരു ട്രൂത്ത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റൂ. ഇവിടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ചൊവ്വ മനുഷ്യ ശരീരത്തെ ആക്രമിക്കുന്നത് ഏതെങ്കിലും ഒരു വശത്തുകൂടെ മാത്രമല്ല. ഒരേ സമയം 7 വ്യത്യസ്ത രീതികളിലാണ് ഈ ആക്രമണം നടക്കുന്നത്. റേഡിയേഷൻ, ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ടുള്ള ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ, വിഷാംശമുള്ള പൊടി, ശ്വസിക്കാൻ കഴിയാത്ത അന്തരീക്ഷം, മനുഷ്യനെ തളർത്തുന്ന ഏകാന്തത, മെഡിക്കൽ എമർജൻസി വന്നാൽ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ, പിന്നെ തിരിച്ചു വരാനുള്ള ഇന്ധനത്തിൻ്റെ വലിയ പ്രശ്നം. ഇതിൽ ഓരോന്നും വളരെ വലിയ എഞ്ചിനീയറിംഗ് ആൻഡ് സയൻറ്റിഫിക് ചലഞ്ചസ് ആണ്. ഒരേ സമയം ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഇതെല്ലാം കൂടി വന്നാൽ, അതും 3 വർഷത്തോളം നീളുന്ന ഒരു യാത്രയിൽ യാതൊരുവിധ സഹായവും ഭൂമിയിൽ നിന്ന് കിട്ടാത്ത സാഹചര്യത്തിൽ സംഭവിച്ചാൽ അതൊരു സിമ്പിൾ പ്രോബ്ലം അല്ല. അത് മനുഷ്യനെ ഇല്ലാതാക്കാൻ ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു സിസ്റ്റമായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു മരണക്കെണിയായി മാറും. ഈ ഓരോ പ്രശ്നത്തെയും അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സിനിമകളിലോ പ്രൊമോഷൻ വീഡിയോകളിലോ കാണുന്ന ചൊവ്വയല്ല യഥാർത്ഥ ചൊവ്വ. നമ്മൾ ഇതുവരെ അവിടെ അയച്ച റോവറുകളും ഓർബിറ്ററുകളും തന്ന കൃത്യമായ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ചൊവ്വയുടെ രൂപം മറ്റൊന്നാണ്. സൂര്യനിൽ നിന്നുള്ള 4ാമത്തെ ഗ്രഹമാണല്ലോ. വലിപ്പത്തിൽ ഭൂമിയുടെ പകുതി മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറും 37 മിനിറ്റുമാണ്. ഇത് ഭൂമിയുടെ ഒരു ദിവസത്തോട് വളരെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ പണ്ടുകാലത്ത് ആളുകൾ കരുതിയിരുന്നത് ചൊവ്വ ഭൂമിക്ക് സമാനമായ ഒരു ഗ്രഹമാണ് എന്നാണ്. ഭൂമിയിലെ പോലെ തന്നെ അവിടെയും മഞ്ഞുമലകളുണ്ട്. സോളാർ സിസ്റ്റത്തിലെ തന്നെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായിട്ടുള്ള ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണ്. ഏകദേശം 22 കിലോമീറ്റർ ഉയരമുള്ള ഈ അഗ്നിപർവ്വതത്തിന് എവറസ്റ്റ് കൊടുമുടിയേക്കാൾ 3 ഇരട്ടി ഉയരമുണ്ട്. അതുപോലെ തന്നെ വാൽസ് മാറിനറിസ് എന്നറിയപ്പെടുന്ന അതിവിശാലമായൊരു ഗർത്തവും അവിടെയുണ്ട്. അമേരിക്കയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു ഗ്രാൻഡ് കാനിയോണിനെ ആലോചിച്ച് നോക്കുക. അത്രയും വലിയൊരു വിള്ളലാണത്. ഭൂമിയിലെ പോലെ തന്നെ കാലാവസ്ഥാ മാറ്റങ്ങളും ഉണ്ട്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നദികളും തടാകങ്ങളും സമുദ്രങ്ങളും ഉണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭൂമി കഴിഞ്ഞാൽ ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ചൊവ്വയാണെന്ന് തോന്നും. പക്ഷേ സയൻസ് സാധാരണക്കാർ മനസ്സിലാക്കുന്നതിനിടയിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ചൊവ്വയുടെ അന്തരീക്ഷത്തിൽ 95% കാർബൺ ഡൈ ഓക്സൈഡാണ്. ഓക്സിജൻ്റെ അളവ് വെറും 0.13% മാത്രം. അതായത് നമുക്കവിടെ ശ്വസിക്കാൻ കഴിയില്ല. ബുദ്ധിമുട്ടി ശ്വസിക്കാമെന്നല്ല, ഒട്ടും കഴിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ശരാശരി 6 മില്ലിബാർ മാത്രമാണ്. ഭൂമിയിൽ നമ്മളൊരു കടൽ തീരത്ത് നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന പ്രഷർ 1013 മില്ലിബാർ ആണെന്ന് ഓർക്കണം. അതായത് നമ്മളിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായുവിൻ്റെ പ്രഷറിൻ്റെ 1% പോലും ചൊവ്വയിലില്ല. ഇതേ അവസ്ഥ ഭൂമിയിൽ അനുഭവിക്കണമെങ്കിൽ നമ്മൾ ആകാശത്തേക്ക് ഏകദേശം 45 കിലോമീറ്റർ ഉയരത്തിൽ പോകണം. വിമാനങ്ങൾക്കൊന്നും പറക്കാൻ കഴിയാത്ത സ്ട്രാറ്റോസ്ഫിയറും കടന്ന ആകാശം കറുപ്പ് നിറത്തിലേക്ക് മാറുന്ന അത്രയും ഉയരത്തിൽ എത്തുമ്പോഴുള്ള അതേ അവസ്ഥയാണ് ചൊവ്വയുടെ സർഫസിൽ. ഇതാണ് ഭൂമി കഴിഞ്ഞാൽ ജീവിക്കാൻ ഏറ്റവും നല്ല ഗ്രഹമെന്ന് ആളുകൾ വളരെ നിസ്സാരമായി പറയുന്ന സ്ഥലത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ. ഇനി അവിടുത്തെ താപനില അഥവാ ടെമ്പറേച്ചർ നോക്കാം. ശരാശരി -60 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൊവ്വയിലെ തണുപ്പ്. നല്ല ചൂടുള്ളൊരു വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് വേണമെങ്കിൽ +20 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താം. പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതോടെ അത് വീണ്ടും -80 ഡിഗ്രി സെൽഷ്യസിലേക്കോ അതിന് താഴേക്കോ പോകും. അതായത് ഒരു ദിവസം തന്നെ 100 ഡിഗ്രി സെൽഷ്യസിൻ്റെ വ്യത്യാസമാണ് അവിടെ ഉണ്ടാകുന്നത്. പകൽ കടുത്ത ചൂടും രാത്രി മരവിപ്പിക്കുന്ന തണുപ്പും. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലിനും ഇത്രയും വലിയ ടെമ്പറേച്ചർ ചേഞ്ചസിനെ കണ്ടിന്യൂസ്ലി താങ്ങാൻ പറ്റില്ല. ചൂടാകുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ ചുരുങ്ങുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാലും അത് പൊട്ടിപ്പോകാനോ തകരാറിലാകാനോ ഉള്ള സാധ്യതയുണ്ട്. മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചൊവ്വയിൽ ഓസോൺ പാളി ഇല്ല എന്നതാണ്. ഭൂമിയിൽ നമ്മളെ സൂര്യൻ്റെ അപകടകരമായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് രക്ഷിക്കുന്നത് ഈ ഓസോൺ കവചമാണ്. എന്നാൽ ചൊവ്വയിൽ ഈ UV റേഡിയേഷൻ യാതൊരു തടസ്സവുമില്ലാതെ നേരിട്ട് സർഫസിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ചർമ്മത്തിനും കണ്ണുകൾക്കും മാത്രമല്ല അപകടമുണ്ടാക്കുന്നത്. ചൊവ്വയിലെ മണ്ണിൽ ഇപ്പോൾ തന്നെയുള്ള വിഷാംശമുള്ള രാസവസ്തുക്കളുമായി ഈ റേഡിയേഷൻ പ്രവർത്തിക്കുമ്പോൾ ഈ സ്ഥലം കൂടുതൽ ഡേഞ്ചറസ് ആയി മാറും. ഇതിനെല്ലാം പുറമെ ചൊവ്വയ്ക്ക് സ്വന്തമായി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല എന്നതും വലിയൊരു ഭീഷണിയാണ്.
ഭൂമിയുടെ ഉള്ളിലുള്ള ദ്രാവക രൂപത്തിലെ ഇരുമ്പും നിക്കലും ഒക്കെ കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. ഇത് സൂര്യനിൽ നിന്നും ഡീപ്പ് സ്പേസിൽ നിന്നും വരുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ തടഞ്ഞു നിർത്തും. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയുടെ ഉള്ളിലെ ചൂട് കുറഞ്ഞ് അതിൻ്റെ കോറ് തണുത്തുറഞ്ഞപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് നഷ്ടമായി എന്നാണ് പഠനം. അതോടുകൂടി സോളാർ വിൻഡുകൾ വളരെ എളുപ്പത്തിൽ ചൊവ്വയുടെ അന്തരീക്ഷത്തെ ഇല്ലാതാക്കാൻ തുടങ്ങി. അങ്ങനെ ആയിരിക്കാം അവിടെ അന്തരീക്ഷം ഇത്ര നേർത്തു പോയത്. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് യാതൊരു തടസ്സവുമില്ലാതെ ചൊവ്വയിലേക്ക് വന്ന് പതിക്കും. അത് പാറകളെയും മെറ്റലുകളെയും മനുഷ്യൻ്റെ തലയോട്ടിയെയും വരെ വളരെ എളുപ്പത്തിൽ പെനിട്രേറ്റ് ചെയ്ത് കയറുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ നേരിടാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ വരുന്ന ആ ഒരു സ്വപ്നഭൂമിയുടെ അവസ്ഥ. ഇനി ഈ സാഹചര്യങ്ങൾ അവിടെ എത്തുന്ന മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ. ഇതിൽ ഫസ്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് റേഡിയേഷൻ്റെ ഭാഗത്തു നിന്നാണ്. ചൊവ്വയിലേക്കുള്ള യാത്രയിൽ റേഡിയേഷൻ എത്രത്തോളം വലിയൊരു പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് പിന്നിൽ വളരെ രസകരമായിട്ടുള്ളൊരു ചരിത്രമുണ്ട്. റേഡിയേഷൻ്റെ പ്രോബ്ലം നമുക്കറിയാമായിരുന്നെങ്കിലും നല്ല കട്ടിയുള്ള കവചങ്ങളും ഷീൽഡുകളും ഉപയോഗിച്ച് അതിനെ നമുക്ക് തടഞ്ഞു നിർത്താം എന്നാണ് ആദ്യം കരുതിയിരുന്നത്. സോളാർ ഫ്ലെയറുകൾ പോലെയുള്ള സമയത്ത് സൂര്യനിൽ നിന്ന് വരുന്ന ശക്തമായ പ്രോട്ടോണുകളെ തടയാൻ കട്ടിയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നത് ഒരു പരിധി വരെ എഫക്റ്റീവാണ്. അതായത് കൂടുതൽ കട്ടിയുള്ള കവചങ്ങൾ കൂടുതൽ സുരക്ഷ തരും. അതൊരു എഞ്ചിനീയറിംഗ് പ്രോബ്ലമാണ്. എന്നാൽ ഡീപ്പ് സ്പേസിലേക്ക് നമ്മൾ അയച്ച പേടകങ്ങൾ നൽകിയ ഡാറ്റ നോക്കുമ്പോൾ അത് ശാസ്ത്രലോകത്തെ ഞെട്ടിക്കുന്നതാണ്. പൂർണ്ണമായും വ്യത്യസ്തമായ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു ടൈപ്പ് റേഡിയേഷനുണ്ട്. അതാണ് ഗാലക്റ്റിക് കോസ്മിക് റേസ്. ഈ ഗാലക്റ്റിക് കോസ്മിക് റേസ് എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് വരുന്നവയല്ല. പ്രപഞ്ചത്തിൻ്റെ ഏതോ കോണിൽ നടക്കുന്ന പൊട്ടിത്തെറികളിൽ നിന്നാണ് ഇവ ജനിക്കുന്നത്. സൂപ്പർനോവകൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടികൾ, ബ്ലാക്ക് ഹോളുകൾക്ക് ചുറ്റുപാടുമുള്ള അതിശക്തമായിട്ടുള്ള സോൺസ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇത്തരം കണങ്ങൾ വരുന്നത്. ഹൈഡ്രജൻ, ഹീലിയം, കാർബൺ, ഇരുമ്പ് തുടങ്ങി പല മൂലകങ്ങളുടെയും ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ട പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ന്യൂക്ലിയർ സെൻറ്റേഴ്സാണിവ. ഇത് എപ്പോൾ വേണമെങ്കിലും ഏത് ദിശയിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഇതിനെ മുൻകൂട്ടി കാണാനോ ഒഴിഞ്ഞു മാറാനോ നമുക്ക് സാധിക്കില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാധാരണ സോളാർ റേഡിയേഷനെ തടയാൻ ഉപയോഗിക്കുന്ന കട്ടിയുള്ള ഷീൽഡുകൾ ഇതിനു മുൻപിൽ സക്സസ് ആകില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഇത് കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്താറുണ്ട്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതിവേഗത്തിൽ വരുന്ന ഗാലക്റ്റിക് കോസ്മിക് റേസ് കട്ടിയുള്ള സ്റ്റീൽ കവചത്തിലോ മറ്റോ വന്നിടിക്കുമ്പോൾ അത് അവിടെ വെച്ച് നിൽക്കുന്നില്ല. പകരം ആ ഇടിയിൽ അത് ചിതറിത്തെറിക്കുന്നു. ഒരു ഗ്ലാസ് തറയിൽ വീണ് പൊട്ടുമ്പോൾ ഒരുപാട് ചില്ല് കഷ്ണങ്ങൾ തെറിക്കുന്നതിൻ്റെ വേറൊരു വെർഷനാണ്. ഈ പാർട്ടിക്കിൾസ് ഷീൽഡിലിടിച്ച് വലിയൊരു സ്ഫോടനം ഉണ്ടാക്കുകയും അതിൽ നിന്ന് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഗാമ കിരണങ്ങളും ഉൾപ്പെടെയുള്ള ഒരുപാട് പുതിയ റേഡിയേഷൻ പാർട്ടിക്കിൾസ് ഒരു മഴ പോലെ ഉള്ളിലേക്ക് തെറിക്കും. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കട്ടിയുള്ളൊരു ഷീൽഡ് വയ്ക്കുന്നതിനേക്കാൾ ഭേദം ഷീൽഡേ ഇല്ലാതിരിക്കുന്നതാണ്. ഷീൽഡ് ഇടുമ്പോൾ റേഡിയേഷൻ സ്പ്ലിറ്റായി അതിൻ്റെ എണ്ണം കൂടും. ഈ ഒരു പ്രതിഭാസം സയൻസിൻ്റെ അടിസ്ഥാന നിയമങ്ങളിൽ നിന്ന് വരുന്ന ഒന്നാണ്, അല്ലാതെ നമ്മുടെ എഞ്ചിനീയറിംഗ് പ്രോബ്ലം അല്ല. പ്ലാസ്റ്റിക് പോലെയുള്ള ഹൈഡ്രജൻ കൂടുതലുള്ള മെറ്റീരിയലുകളൊക്കെ ഉപയോഗിച്ച് ഒരു പരിധിവരെ ഇതിനെ തടയാൻ കഴിയുമെങ്കിലും 3 വർഷം നീളുന്ന ഒരു ചൊവ്വ യാത്രയിൽ ഈ റേഡിയേഷനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇന്നത്തെ ഒരു സാങ്കേതിക വിദ്യയ്ക്കും തൽക്കാലം കഴിയില്ല. ഈ റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മിക്കവാറും ആളുകൾ ആദ്യം പറയുന്നത് ക്യാൻസർ വരാനുള്ള സാധ്യതയെക്കുറിച്ചാണ്. ചൊവ്വയിൽ പോയി തിരിച്ചു വരുന്ന ഒരാൾക്ക് കുറഞ്ഞത് 0.66 സീവേഴ്സ് റേഡിയേഷൻ എങ്കിലും ഏൽക്കേണ്ടി വരും. നാസയുടെ നിയമപ്രകാരം ഒരു ആസ്ട്രോനട്ടിന് അവരുടെ ജീവിതകാലം മുഴുവൻ ഏൽക്കാവുന്ന പരമാവധി റേഡിയേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 1 സീവേഴ്സ് മാത്രമാണ്. അതായത് ഒരു തവണ ചൊവ്വയിൽ പോയി വരുമ്പോഴേക്കും അവരുടെ കരിയർ മുഴുവൻ തീർന്നിട്ടുണ്ടാവും. ഇതുമൂലം അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത സാധാരണ ആളുകളെക്കാൾ 3 മുതൽ 5% വരെ കൂടുതലാണ്. ഇതൊക്കെ ഒരുപക്ഷെ ആ യാത്ര ചെയ്യാൻ തയ്യാറാകുന്നവർ അംഗീകരിച്ചു എന്ന് വരാം. പക്ഷേ ക്യാൻസറിനേക്കാൾ ഭയാനകരമായിട്ടുള്ള മറ്റൊരു കാര്യം സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ റേഡിയേഷൻ നമ്മുടെ തലച്ചോറിനെ എന്ത് ചെയ്യുന്നു എന്നതാണ് ആ കണ്ടെത്തൽ. 2015 നാസയുടെ സഹായത്തോടെ നടന്ന ഒരു ഗവേഷണത്തിൽ സയൻറ്റിസ്റ്റുകൾ എലിയിൽ ഈ ഡീപ്പ് സ്പേസ് റേഡിയേഷൻ പരീക്ഷിച്ചു നോക്കി. ചൊവ്വയിലേക്കുള്ള യാത്രയിൽ മനുഷ്യർക്ക് ഏൽക്കേണ്ടി വരുന്ന അതേ അളവിലുള്ള റേഡിയേഷനാണ് അവർ ഇതിനായിട്ട് ഉപയോഗിച്ചത്. റിസൾട്ട് വന്നപ്പോൾ അവർ കണ്ടത് ക്യാൻസറിൻ്റെ സാധ്യത മാത്രമല്ല, ഈ റേഡിയേഷൻ കാരണം തലച്ചോറിൽ വലിയ തോതിലുള്ള നീർക്കെട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, ന്യൂറോണുകൾ തമ്മിലുള്ള ആശയവിനിമയം തകരാറിലാകുന്നുണ്ട്, തലച്ചോറിൻ്റെ അടിസ്ഥാന ഘടനയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ അവസ്ഥയെ സയൻറ്റിസ്റ്റുകൾ വിശേഷിപ്പിച്ചത് ഡിമൻഷ്യ പോലെയുള്ള ഓർമ്മക്കുറവുകൾ എന്നാണ്. 2-3 വർഷത്തെ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ആസ്ട്രോനോട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊട്ടും നല്ല വാർത്തയല്ല.
അവരുടെ ഓർമ്മശക്തി കുറയാനും ശ്രദ്ധ നഷ്ടപ്പെടാനും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലാതാകാനും ഇത് കാരണമാവും. അതായത് 7 മാസം യാത്ര ചെയ്ത് ചൊവ്വയിൽ എത്തുമ്പോഴേക്കും അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം വലിയ തോതിൽ മന്ദഗതിയിലായിട്ടുണ്ടാവും. ഏറ്റവും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ആ സമയത്ത് അവരുടെ തലച്ചോറ് അതിന് പ്രാപ്തമായിരിക്കില്ല എന്നതാണ് സത്യം. ഈ കണ്ടെത്തലുകൾ വീണ്ടും വീണ്ടും പല പരീക്ഷണങ്ങളിലൂടെയും പ്രൂവ് ചെയ്തതാണ്. ഇത് എത്രത്തോളം അപകടകരമാണെന്ന് കൃത്യമായി പറയാൻ സയൻറ്റിസ്റ്റുകൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഗൗരവം ആർക്കും തള്ളിക്കളയാനാകില്ല. ചില മരുന്നുകളിലൂടെ ഇത് പരിഹരിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും പൂർണ്ണമായും തെളിയിക്കപ്പെട്ടിട്ടില്ല. മനുഷ്യൻ്റെ തലച്ചോറിന് സ്ഥിരമായി തകരാറ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു യാത്രയിലേക്ക് കൃത്യമായൊരു സൊല്യൂഷൻ ഇല്ലാതെ മനുഷ്യനെ അയക്കുക എന്നുള്ളത് ശരിയല്ല, ആണോ? യാത്രാമധ്യം അല്ല ഇത് പരിഹരിക്കേണ്ടത്, യാത്ര തുടങ്ങുന്നതിന് മുൻപാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് 38 എന്ന വളരെ പ്രധാനപ്പെട്ട സംഖ്യയെക്കുറിച്ചാണ്. ചൊവ്വയെക്കുറിച്ചുള്ള ചർച്ചകളിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ ഏറ്റവും അപകടം പിടിച്ചൊരു കണക്കാണിത്. നിങ്ങൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റിയുടെ വെറും 38% മാത്രമേ ചൊവ്വയിലുള്ളൂ. അതായത് ഭൂമിയിൽ നമുക്ക് 100 കിലോ ഭാരം ഉണ്ടെങ്കിൽ ചൊവ്വയിൽ ചെല്ലുമ്പോൾ നമുക്കത് വെറും 38 കിലോഗ്രാമായിട്ടേ തോന്നും. കാര്യങ്ങൾക്കൊക്കെ മൊത്തത്തിൽ ഭാരം കുറഞ്ഞതുപോലെ തോന്നും. വളരെ എളുപ്പത്തിൽ നടക്കാനും ചാടാനും ഒക്കെ പറ്റും. ചൊവ്വയിലെത്തുന്ന ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ ഒരുപക്ഷെ നല്ല സുഖമായിരിക്കും, നല്ല രസമായിരിക്കും. പക്ഷേ സത്യത്തിൽ ആ സമയം നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നത് ഭീകരമായിട്ടുള്ള മാറ്റങ്ങളാണ്. ഗ്രാവിറ്റി തീരെ കുറഞ്ഞ അവസ്ഥ അഥവാ മൈക്രോ ഗ്രാവിറ്റി മനുഷ്യ ശരീരത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ടുള്ള ഡാറ്റയുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഒരുപാട് ആസ്ട്രോനട്ടുകൾ ഈ പരീക്ഷണം ചെയ്യുകയും അവരുടെ ശരീരം നമ്മൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാവിറ്റി ഇല്ലാതാകുന്ന ആ നിമിഷം മുതൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും അത് ഒരേ സമയം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അസ്ഥികൾക്ക് അഥവാ ബോൺസിന് സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ഭൂമിയിൽ നമ്മൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴുമൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങുന്നത് അസ്ഥികളാണ്. ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഈ പണിയുള്ളത്. എന്നാൽ ഡീപ്പ് സ്പേസിൽ ഈ അസ്ഥികൾക്ക് യാതൊരു ജോലിയും ഇല്ലാതെയാകും. ജോലി ഇല്ലാതാകുമ്പോൾ നമ്മുടെ ശരീരം കരുതും ഈ അസ്ഥികൾക്ക് ഇത്രയും കട്ടി ആവശ്യമില്ല എന്ന്. അങ്ങനെ മാസത്തിൽ 1.5 മുതൽ 2% വരെ അസ്ഥികളുടെ കട്ടി കുറയാൻ തുടങ്ങും. പ്രത്യേകിച്ച് നമ്മുടെ ശരീരഭാരം താങ്ങുന്ന കാലുകളിലെയും നട്ടെല്ലിൻ്റെയും അസ്ഥികൾ. 6 മാസം സ്പേസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരാളുടെ അസ്ഥികൾക്ക് 10 മുതൽ 12% വരെ തേയ്മാനം സംഭവിക്കാറുണ്ട്. പ്രായമാകുമ്പോൾ ആളുകൾക്ക് വരുന്ന ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന അസുഖം പോലെയാണത്. വർഷങ്ങൾ കൊണ്ട് സംഭവിക്കേണ്ട അസ്ഥികളുടെ തേയ്മാനം വെറും മാസങ്ങൾ കൊണ്ട് അവിടെ വെച്ച് സംഭവിക്കുന്നു. തിരിച്ച് നമ്മൾ ഭൂമിയിൽ എത്തിയാൽ പോലും ഇത് പൂർണ്ണമായും പഴയതുപോലെ ആകണമെന്നില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 7 മാസം യാത്ര ചെയ്ത് ചൊവ്വയിൽ എത്തുമ്പോഴേക്കും ഈ ആസ്ട്രോനട്ടുകളുടെ അസ്ഥിക്ക് 10-15% കേടുപാടുകൾ പറ്റും. അങ്ങനെ ദുർബലമായ ഒരു ശരീരവും വെച്ചുകൊണ്ട് അവർ ചൊവ്വയിൽ ഇറങ്ങി വലിയ ഭാരമുള്ള സ്പേസ് സ്യൂട്ടൊക്കെ ഇട്ട് അവിടെ വീട് വയ്ക്കാനും മറ്റ് കഠിനമായ ജോലികളും ചെയ്യാനുമൊക്കെ ഇറങ്ങും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മസിലുകളുടെ കാര്യവും. 6 മാസം കൊണ്ട് നമ്മുടെ മസിലുകളുടെ വലിപ്പവും ശക്തിയും 20 മുതൽ 30% വരെ കുറയും. പ്രത്യേകിച്ച് ഗ്രാവിറ്റിക്കെതിരെ നമ്മളെ നിവർന്നു നിൽക്കാൻ സഹായിക്കുന്ന പോസ്ചറൽ മസിലുകൾ വലിയ തോതിൽ തളർന്നു പോകും. ഭൂമിയിൽ വെച്ച് 520 ദിവസം നീണ്ടു നിന്ന മാർസ് 500 എന്നൊരു പഠനം റഷ്യയിൽ വെച്ച് നടന്നിരുന്നു. അതിൽ പങ്കെടുത്തവർ ദിവസവും കൃത്യമായി വ്യായാമം ചെയ്തിട്ട് പോലും അവരുടെ കാലുകളിലെ മസിലുകളുടെ ശക്തി വലിയ തോതിൽ കുറഞ്ഞതായി കണ്ടെത്തി. ഭൂമിയിലെ പൂർണ്ണമായ ഗ്രാവിറ്റിയിൽ നിന്നുകൊണ്ട് ചെയ്തൊരു പരീക്ഷണത്തിലാണ് ഈ അവസ്ഥയെങ്കിൽ യഥാർത്ഥ സ്പേസ് യാത്രയിൽ അത് എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിനെല്ലാം പുറമെ നമ്മുടെ രക്തയോട്ടത്തിലും വലിയ മാറ്റങ്ങൾ വരും. ഭൂമിയിൽ നിൽക്കുമ്പോൾ ഗ്രാവിറ്റി കാരണം നമ്മുടെ രക്തം താഴോട്ടാണ് കൂടുതലായിട്ട് ഒഴുകുന്നത്. എന്നാൽ സ്പേസിലെത്തുമ്പോൾ ഈ രക്തവും ഫ്ലൂയിഡുകളും എല്ലാം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രത്യേകിച്ച് തലയിലേക്കൊക്കെ വൻതോതിൽ ഒഴുകാൻ തുടങ്ങും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആളുകളെ കണ്ടാൽ മുഖം വീർത്തിരിക്കുന്നതായിട്ടും കാലുകൾ മെലിഞ്ഞിരിക്കുന്നതായിട്ടും തോന്നും. പക്ഷേ കാഴ്ചയിലുള്ള ഈ മാറ്റത്തേക്കാൾ വലിയ അപകടം ഉള്ളിൽ നടക്കുന്നുണ്ട്. തലയിലേക്ക് കൂടുതൽ രക്തം എത്തുമ്പോൾ തലയോട്ടിക്കുള്ളിലെ പ്രഷർ കൂടുന്നു. ഇത് കണ്ണുകളെ നേരിട്ട് ബാധിക്കും. സ്പേസിൽ പോയി വന്ന പലർക്കും കാഴ്ചശക്തിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കണ്ണിൻ്റെ ആകൃതി മാറുകയും കാഴ്ച മങ്ങുകയും ചെയ്യുന്ന ഈ അവസ്ഥയെ സാൻസ് എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നോ ഇത് ഭാവിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നോ സയൻസിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഇതിലും വലിയൊരു പ്രശ്നം നമ്മുടെ രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം പണിമുടക്കും എന്നതാണ്. സ്പേസിലെത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെ ചെറുക്കുന്ന സെല്ലുകൾക്ക് പഴയതുപോലെ പ്രവർത്തിക്കാൻ കഴിയില്ല. അതിനേക്കാൾ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം, നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ നമുക്ക് വന്ന പല അസുഖങ്ങളുടെയും, ഉദാഹരണത്തിന് ചിക്കൻ ബോക്സ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്ന വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉറങ്ങിക്കിടക്കുന്നുണ്ടാകും. ഭൂമിയിൽ നമ്മുടെ പ്രതിരോധശേഷി ശക്തമായതുകൊണ്ട് അവയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്പേസിൽ വെച്ച് ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആകുമ്പോൾ ഈ ഉറങ്ങിക്കിടക്കുന്ന വൈറസുകൾ ഉണർന്നെഴുന്നേൽക്കാൻ തുടങ്ങും. സ്പേസ് സ്റ്റേഷനിലുള്ള ആളുകളുടെ ഉമിനീരിലും മൂത്രത്തിലുമൊക്കെ ഇത്തരം വൈറസുകളെ കണ്ടെത്തിയിട്ടുണ്ട്.
ഇപ്പോൾ ISS ആണെങ്കിൽ പെട്ടെന്ന് ഭൂമിയിലേക്ക് തിരികെ വരാം. പക്ഷേ ചൊവ്വയിലേക്കുള്ള യാത്രയിൽ ഇങ്ങനെയൊന്ന് സംഭവിച്ചാൽ കയ്യിലുള്ള കുറച്ച് മരുന്നുകൾ വെച്ച് സ്വയം ചികിത്സിക്കുക അല്ലാതെ വേറെ വഴിയില്ല. ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നായി വരുന്ന പ്രശ്നങ്ങളല്ല കേട്ടോ. മറിച്ച് ഗ്രാവിറ്റി ഇല്ലാതാകുന്ന ആദ്യത്തെ ദിവസം മുതൽ ഒരേ സമയം മനുഷ്യനെ ആക്രമിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ സീറോ ഗ്രാവിറ്റി നമ്മളെ എങ്ങനെ ബാധിക്കുമെന്നും 100% ഇപ്പോഴുള്ള ഗ്രാവിറ്റി എങ്ങനെ ബാധിക്കുമെന്നും നമുക്കറിയാം. എന്നാൽ ചൊവ്വയിലുള്ളത് 38% ഗ്രാവിറ്റിയാണ്. അവിടെ വർഷങ്ങളോളം നിന്നാൽ ശരീരത്തിന് എന്ത് പറ്റും എന്നത് ആർക്കും അറിയില്ല, പരീക്ഷിക്കാൻ പറ്റുന്നുമില്ല. ചൊവ്വയിൽ പോകുന്ന ആദ്യത്തെ മനുഷ്യരായിരിക്കും ആ പരീക്ഷണത്തിലെ ആദ്യ എലികളോ ഗിനിപ്പന്നികളോ. ഇനി അവർ എങ്ങനെയൊക്കെയോ ചൊവ്വയിലെത്തി അവിടെ കാലുകുത്തി എന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവർ ചവിട്ടി നിൽക്കുന്നത് മനുഷ്യൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വിഷമയമായിട്ടുള്ളൊരു മണ്ണിലാണ്. ഭൂമിയിലുള്ള വിഷവസ്തുക്കളെ പോലെ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമല്ല ഇതുള്ളത്. ചൊവ്വയിലെ കാറ്റ് പോലെ, അവിടുത്തെ അന്തരീക്ഷം പോലെ എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ചൊവ്വയുടെ ഉപരിതലം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് റെഗോലിത്ത് എന്ന് വിളിക്കുന്ന അതിസൂക്ഷ്മമായ പൊടിയും പാറകഷ്ണങ്ങളുമാണ്. കോടിക്കണക്കിന് വർഷങ്ങളായി ഉൽക്കകൾ വന്നിടിച്ചും അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചും കാറ്റടിച്ചും രൂപപ്പെട്ട മണ്ണ്. ഭൂമിയിലെ മണ്ണ് പോലെയല്ല ഇത്. ഭൂമിയിലെ മണ്ണിൽ ജീവൻ്റെ അംശങ്ങളുണ്ട്, ബാക്ടീരിയകളും ഓർഗാനിക് മാറ്ററും ഉണ്ട്. എന്നാൽ ചൊവ്വയിലെ മണ്ണിൽ ഇന്ന് വരെ ജീവൻ്റെ ഒരു പ്രോസസ്സ് നടന്നിട്ടില്ല. വെറും രാസവസ്തുക്കളുടെ ഒരു കലവറയായിട്ടാണ് ഇപ്പോൾ അത് കാണപ്പെടുക. 2008 ഫിനിക്സ് ലാൻഡർ മുതൽ പിന്നീട് വന്ന ക്യൂരിയോസിറ്റി റോവർ വരെ, ഇപ്പോഴത്തെ പെർസെവറൻസ് വരെ കൃത്യമായി കണ്ടെത്തിയൊരു കാര്യമുണ്ട്. ഈ മണ്ണിൽ പെർക്ലോറൈറ്റ് എന്ന് വിളിക്കുന്ന ഒരുതരം രാസവസ്തുവുണ്ട്. ക്ലോറിനും ഓക്സിജനും ചേർന്നുള്ള ഒരു കോമ്പൗണ്ടാണിത്. ഭൂമിയിൽ ചില മരുഭൂമികളിൽ ഇത് ചെറിയ അളവിൽ കാണാറുണ്ട്. എന്നാൽ ചൊവ്വയിൽ ഭൂമിയിൽ കാണുന്നതിൻ്റെ 10,000 മടങ്ങ് കൂടുതലായിട്ടാണ് ഇത് മണ്ണിൽ കാണപ്പെടുക. സാധാരണ മണ്ണുമായി താരതമ്യം ചെയ്താൽ 10 ലക്ഷം മടങ്ങ് കൂടുതലാണ്. ഇതൊരു പ്രത്യേക സ്ഥലത്ത് മാത്രമല്ല, ചൊവ്വ മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പെർക്ലോറൈറ്റ് ഇത്ര അപകടകരമാകുന്നതെന്നറിയാമോ? ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോയാൽ നമ്മുടെ കഴുത്തിലുള്ള തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ പൂർണ്ണമായും തകിടം മറിക്കും. തൈറോയിഡാണ് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസവും വളർച്ചയൊക്കെ കൺട്രോൾ ചെയ്യുക. ഈ പെർക്ലോറൈറ്റ് അവിടെ ചെന്നാൽ ശരീരത്തിന് ക്ഷീണം ഉണ്ടാവും, ചിന്തിക്കാനുള്ള കഴിവ് കുറയും, ഡിപ്രഷൻ വരും, ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരും. എന്നാൽ ഇതിനേക്കാൾ ഭയാനകരമായിട്ടുള്ള മറ്റൊരു കാര്യം ഈ പെർക്ലോറൈറ്റ് സൂര്യനിൽ നിന്നുള്ള UV റേഡിയേഷൻസുമായിട്ട് കൂടിച്ചേരുമ്പോൾ സംഭവിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ചൊവ്വയിൽ ഓസോൺ പാളിയില്ല, മാഗ്നറ്റിക് ഫീൽഡില്ല, UV റേഡിയേഷൻ നേരിട്ട് മണ്ണിലേക്ക് അടിക്കാറുമുണ്ട്. ഈ UV റേഡിയേഷനും പെർക്ലോറൈറ്റും കൂടിച്ചേരുമ്പോൾ അത് ഭീകരമായിട്ടുള്ളൊരു കൊലയാളിയാവും. അത് ജീവനുള്ള ഏത് കോശത്തെയും തൊട്ടാൽ ഉടൻ നശിപ്പിക്കും. സയൻറ്റിസ്റ്റുകൾ ലബോറട്ടറിയിൽ ഇത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ സാധാരണ അവസ്ഥയിലുള്ളതിനേക്കാൾ വളരെയധികം മടങ്ങ് വേഗത്തിലാണ് ഈ കോമ്പിനേഷൻ ബാക്ടീരിയ കൊന്നൊടുക്കുന്നത് എന്ന് കണ്ടെത്തി. അതായത് ചൊവ്വയിലെ ആ പൊടി വെറും ഒരു കെമിക്കലല്ല, ജീവനെ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒന്നാണ്. അല്ലാതെ മാർഷ്യൻ സിനിമയിൽ കണ്ടതുപോലെ കുറച്ച് മണ്ണ് വാരിക്കൊണ്ടുവന്ന് കുറച്ച് ന്യൂട്രിയൻസും വെള്ളം ഒഴിച്ചാൽ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാൻ അവിടെ പറ്റില്ല. അതിലും വലിയൊരു പ്രശ്നം ഈ പൊടിയുടെ സൈസാണ്. ഇത് PM2.5 എന്ന് പറയുന്ന അത്രയും ചെറിയ ഒരു പൊടിയാണ്. നമ്മുടെ നഗരങ്ങളിലെ വായുമലിനീകരണം ഉണ്ടല്ലോ ഡൽഹിയിലൊക്കെയുള്ള, ആ ഒരു പൊടിയേക്കാൾ ചെറുതാണ്. നമ്മുടെ ശ്വാസകോശത്തിൽ ശ്വസനം വഴി ഇത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത് രക്തത്തിലേക്ക് കടക്കും. പോരാത്തതിന് ഈ പൊടിക്കൊരു മാഗ്നറ്റിക് സ്വഭാവമുണ്ട്. എന്തിലെങ്കിലും പോയി ഒട്ടിപ്പിടിക്കുന്ന ഒരുതരം സ്റ്റാറ്റിക് ചാർജും ഉണ്ട്. പണ്ട് അപ്പോളോ മിഷനിൽ ചന്ദ്രനിലേക്ക് പോയ ആളുകൾക്ക് ഈ പൊടി വലിയൊരു തലവേദനയായിരുന്നു. ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ അവരുടെ സ്യൂട്ടിലും ഉപകരണങ്ങളിലും ഒക്കെ പൊടി പറ്റി. ബ്രഷ് കൊണ്ടൊന്നും തുടച്ചു കളയാൻ പറ്റില്ല. അതുപോലെ എന്നാൽ ചന്ദ്രനിലുള്ളതിനേക്കാൾ വിഷാംശമുള്ള പൊടിയാണ് ചൊവ്വയിൽ. ചൊവ്വയിൽ മനുഷ്യർ താമസിക്കുന്ന ഹാബിറ്റാറ്റുകളിൽ ഈ പൊടി എങ്ങനെയെങ്കിലുമൊക്കെ ഉള്ളിൽ കടക്കാൻ സാധ്യതയുണ്ട്. ആൾക്കാർ പുറത്തുപോയി വരുമ്പോഴും എയർലോക്ക് തുറക്കുമ്പോഴും എല്ലാം ഈ പൊടി ഉള്ളിലെത്തും. അവർക്കെപ്പോഴും സ്യൂട്ട് കഴുകാനും വൃത്തിയാക്കാനും ഒക്കെയുള്ള സംവിധാനം ഉണ്ടാകുമെങ്കിലും 100% ഇതിനെ കളയാൻ പറ്റില്ല. 10 ലക്ഷം മടങ്ങ് വിഷമുള്ളൊരു സാധനം ചെറിയ അളവിലുള്ളിൽ പോയാൽ പോലും അത് ഡേഞ്ചറസ് ആണ്. അതും പോരാഞ്ഞ് അവിടുത്തെ മണ്ണിൽ ലെഡ്, ആഴ്സനിക് പോലെയുള്ള ഭീകരമായിട്ടുള്ള ഹെവി മെറ്റീരിയൽസും കാണപ്പെടുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ കൂടെയാണ് അവിടുത്തെ പൊടിക്കാറ്റിൻ്റെ അവസ്ഥ അഥവാ ഡസ്റ്റ് സ്റ്റോം വരുന്നത്. ചൊവ്വയിൽ ഇടയ്ക്കിടെ വലിയ പൊടിക്കാറ്റുകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ചിലപ്പോൾ ഈ കാറ്റ് ഒരു ഗ്രഹം മുഴുവൻ മൂടുന്ന വലിയൊരു കൊടുങ്കാറ്റായി മാറും. മാസങ്ങളോളം അത് നീണ്ടു നിൽക്കും. 2018 അത്തരമൊരു പൊടിക്കാറ്റ് 8 മാസത്തോളമാണ് നിന്നത്. ആ സമയത്ത് ചൊവ്വയുടെ സർഫസിൽ 99% സൂര്യപ്രകാശം എത്തിയിരുന്നില്ല. 14 വർഷം ചൊവ്വയിൽ പ്രവർത്തിച്ചിരുന്ന ഓപ്പർച്യൂണിറ്റി എന്ന റോവർ ഈ സോളാർ എനർജി കൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു കാറ്റ് കാരണം സൂര്യപ്രകാശം കിട്ടാതെ അത് ഓഫായിപ്പോയി. പിന്നെ അത് ഓണായിട്ടില്ല. മനുഷ്യർ അവിടെ പോകുമ്പോൾ തുടക്കത്തിൽ സോളാർ പാനലുകൾ ഉപയോഗിക്കും. പെട്ടെന്നൊരു ദിവസം ഒരു കാറ്റ് വന്ന് അത് 8 മാസം സൂര്യനെ മറച്ചാൽ എന്ത് ചെയ്യും? പവർ ഇല്ലാതെ എങ്ങനെ ജീവൻ നിലനിർത്തും? അവിടേക്ക് വേറെ ഒന്നും ഭൂമിയിൽ നിന്ന് എത്തിക്കാനും പറ്റില്ല. രാത്രി നല്ല തണുപ്പാണ്. രാത്രി നമുക്ക് വൈദ്യുതി ഉണ്ടെങ്കിലേ ഹീറ്റർ ഓണാക്കാൻ പറ്റൂ. സോ ഇതൊക്കെ അവിടെ നേരിടേണ്ടി വരുന്ന സാധാരണ പ്രശ്നങ്ങൾ മാത്രമാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്തു നിന്നുള്ള ആക്രമണങ്ങളാണ്. എന്നാൽ മനുഷ്യനെ മാനസികമായി തകർക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്.
മനുഷ്യൻ്റെ തലച്ചോറ് ഏകാന്തതയ്ക്ക് വേണ്ടി രൂപപ്പെട്ടതല്ല, മറ്റുള്ളവരുമായി സംസാരിക്കാനും ചിരിക്കാനും ഇടപഴകാനും വേണ്ടി പരിണമിച്ചുണ്ടായ ഒരു സാമൂഹ്യ ജീവിയാണ് നമ്മൾ. എന്നാൽ ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ വർഷങ്ങളോളം അടച്ചിരിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിന് എന്ത് സംഭവിക്കും? ഇത് വെറുമൊരു സങ്കടമല്ല, അവരുടെ ചിന്താശേഷിയെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും അത് ബാധിക്കും. റഷ്യയിൽ നടന്ന മാർസ് 500 ഞാൻ മുമ്പ് പറഞ്ഞ ആ പഠനത്തിൽ 520 ദിവസം 6 പേരെ ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ടു. അവർക്ക് ഭൂമിയുമായിട്ട് എപ്പോഴും സംസാരിക്കാമായിരുന്നു, യാതൊരുവിധ അപകടങ്ങളുമില്ല, എപ്പോൾ വേണമെങ്കിലും പരീക്ഷണം നിർത്താം. എന്നിട്ടും പരീക്ഷണം പുരോഗമിക്കും തോറും അവർക്ക് ഉറക്കമില്ലായ്മയും കടുത്ത മാനസിക സമ്മർദ്ദവും പരസ്പരം വഴക്കുകളും ഉണ്ടായി. രണ്ടുപേരുടെ മാനസിക നില വലിയ തോതിൽ തകരാറിലാവുകയും ചെയ്തു. ഇതെല്ലാം ഭൂമിയിലെ സുരക്ഷിതമായൊരു ചുറ്റുപാടിൽ നടന്ന കാര്യമാണ്. യഥാർത്ഥ യാത്രയിൽ റേഡിയേഷനും അസുഖങ്ങളും മരണഭയവും ഒക്കെ കൂടെ ഉണ്ടാവും. അതിലും വലിയ മാനസിക പ്രശ്നം കമ്മ്യൂണിക്കേഷൻ ഡിലേ ആണ്. ഞാനത് അവസാനം പറയാൻ വച്ചേക്കുമായിരുന്നു. ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള ദൂരം കാരണം ഒരു മെസ്സേജ് അവിടെ എത്താൻ കുറഞ്ഞത് 3 മിനിറ്റ് മുതൽ പരമാവധി 24 മിനിറ്റ് വരെ സമയമെടുക്കും. അതായത് നിങ്ങളുടെ കുടുംബത്തോടോ നാസയിലുള്ളവരോടോ ചൊവ്വയിൽ നിന്നൊരു ഹലോ പറഞ്ഞാൽ ആ ഹലോ കേൾക്കാൻ ചിലപ്പോൾ 10 മിനിറ്റ് മുതൽ 24 മിനിറ്റ് വരെ കാത്തിരിക്കണം. അവർ തിരിച്ചു മറുപടി പറഞ്ഞാൽ അത് നമ്മുടെ അടുത്തെത്താൻ പിന്നെയും ഇത്രയും മിനിറ്റ് എടുക്കും. അതായത് ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ അരമണിക്കൂർ മുതൽ 48 മിനിറ്റോളം കാത്തിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ ഭൂമിയിലുള്ളവരോട് ചോദിച്ച് പരിഹാരം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. ഈ ഡിലേ മനുഷ്യനെ ഒറ്റപ്പെടുത്തും. മനുഷ്യ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു പരിവേഷകനും ഇത്രയും വലിയൊരു ഏകാന്തത അനുഭവിച്ചിട്ടില്ല. ഇതുപോലെയുള്ള യാത്രകളിൽ പകുതി പിന്നിട്ടൊരു 1/4 ഭാഗം എത്തുമ്പോൾ ആളുകൾക്ക് കടുത്ത മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അന്റാർട്ടിക്കയിലെയും മറ്റും ഐസൊലേഷൻ ക്യാമ്പുകളിൽ നടത്തിയ പഠനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇതിനെ തേർഡ് ക്വാർട്ടർ ഫിനോമിനൻ എന്നാണ് സയൻസ് വിളിക്കുന്നത്. ചൊവ്വ യാത്രയിൽ ഈ സമയം വരുന്നത് അവർ ചൊവ്വയിൽ ഇറങ്ങി ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്യുന്ന സമയത്താണ്. ഗുളികകൾ കൊടുത്തോ മോട്ടിവേഷൻ ക്ലാസ് കൊടുത്തോ മാറ്റാൻ കഴിയുന്ന ഒന്നല്ല ഇത്. മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇനി 5ാമത്തെ പ്രശ്നം നോക്കാം. സ്പേസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ആസ്ട്രോനട്ടിന് പെട്ടെന്നൊരു അസുഖം വന്നാൽ മാക്സിമം 24 മണിക്കൂറിനുള്ളിൽ അവരെ ലൈഫ് ബോട്ട് പോലെ ഉപയോഗിക്കുന്ന ചെറിയ സ്പേസ് ക്രാഫ്റ്റിൽ കയറ്റി വേണമെങ്കിൽ ഭൂമിയിൽ എത്തിക്കാം. ഭൂമിയിൽ നിന്ന് ഡോക്ടർമാർക്ക് ലൈവായിട്ട് ഇൻസ്ട്രക്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. എന്നാൽ ചൊവ്വയിൽ ഇതിനൊന്നും വകുപ്പില്ല. അവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 18 മാസം കഴിഞ്ഞ് ഭൂമിയിലേക്ക് തിരിക്കാൻ പറ്റൂ. അതിനിടയിൽ എന്ത് സംഭവിച്ചാലും അവർ അവിടെ നിൽക്കണം. അവർക്ക് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് 30 കോടി കിലോമീറ്റർ അകലെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈവായിട്ട് ഒരു ഡോക്ടറെ ഫോൺ വിളിക്കാൻ പറ്റില്ല. മനുഷ്യർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തന്നെ ഇതായിട്ടാണ് നാസ പറയുന്നത്. അതായത് ഭൂമിയുടെ യാതൊരു സഹായവുമില്ലാതെ അവിടെ വരുന്ന ഏത് അസുഖങ്ങളെയും സ്വയം നേരിടാൻ പറ്റണം. ഉദാഹരണത്തിന് അവിടെ വെച്ച് ഒരാൾക്ക് പെട്ടെന്ന് അപ്പൻഡിസൈറ്റിസ് വന്നു എന്ന് വിചാരിക്കുക. ഭൂമിയിൽ ഇതൊരു ചെറിയ ഓപ്പറേഷനാണ്, ഒരു 45 മിനിറ്റ് കൊണ്ട് തീരും. എന്നാൽ ചൊവ്വയിൽ ഇതൊരു പേടി സ്വപ്നമാണ്. വലിയ പരിചയമില്ലാത്തൊരു ക്രൂ മെമ്പർ ആയിരിക്കും അനസ്തേഷ്യ കൊടുക്കേണ്ടത്. ചെറിയൊരു ക്യാബിൻ്റെ ഉള്ളിൽ ആവശ്യത്തിന് മരുന്നുകളില്ലാത്ത ഒരു സാഹചര്യത്തിൽ വേണം വയറ് കീറി സർജറി ചെയ്യാൻ. 38% മാത്രം ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് രക്തം എങ്ങനെ ഒഴുകുമെന്നോ എങ്ങനെ നിർത്തുമെന്നോ ആർക്കും അറിയില്ല. എന്തെങ്കിലും സംശയം വന്നാൽ ഭൂമിയിലെ ഡോക്ടർമാർക്ക് മെസ്സേജ് അയച്ചിട്ട് 48 മിനിറ്റ് കാത്തിരിക്കണം. സർജറി കഴിഞ്ഞാലും അവർക്ക് വിശ്രമിക്കാൻ സമയമില്ല, കാരണം ബാക്കിയുള്ള ജോലികൾ കൂടി ചെയ്യണ്ടേ. ഇതെല്ലാം എഞ്ചിനീയറിംഗ് കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല. പ്രകാശത്തിൻ്റെ വേഗതയുമായി ബന്ധപ്പെട്ട ഫിസിക്സിൻ്റെ പ്രോബ്ലമാണ്. കാരണം ഇൻഫർമേഷൻ സഞ്ചരിക്കുന്നത് പ്രകാശത്തിൻ്റെ വേഗതയിലാണ്. ഇനിയാണ് 6ാമത്തെയും അവസാനത്തെയും വലിയ പ്രശ്നം വരുന്നത്. എങ്ങനെ ചൊവ്വയിലേക്ക് പോകുമെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ എങ്ങനെ തിരിച്ചു വരും എന്നതിനെക്കുറിച്ച് ആരും സംസാരിക്കാറില്ല. ഇപ്പോൾ ഇലൺ മസ്ക് ചൊവ്വയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകും സ്റ്റാർഷിപ്പിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അതൊരു 1 വേ ട്രിപ്പാണ്, തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കരുത്. അതിനൊരു കാരണമുണ്ട്. അവിടെ പോകുന്നതിനേക്കാൾ വലിയൊരു വെല്ലുവിളിയാണ് തിരികെ വരിക. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ നമുക്ക് റോക്കറ്റിനകത്ത് ഇന്ധനം കയറ്റി കൊണ്ടുപോകാം. അല്ലെങ്കിൽ 2 റോക്കറ്റ് വിക്ഷേപിച്ചിട്ട് 1ാമത്തെ റോക്കറ്റ് സ്പേസിൽ നമ്മളെ കാത്തു നിൽക്കുമ്പോൾ 2ാമത്തെ റോക്കറ്റിൽ നമ്മൾ പോയിട്ട് പിന്നെ ആ കാത്തു നിൽക്കുന്ന റോക്കറ്റിൽ നിന്ന് ഇന്ധനം നിറച്ച് വേണമെങ്കിൽ പോവാം. അതൊക്കെ നമുക്ക് പ്രാക്ടിക്കലാണ്. പക്ഷേ തിരിച്ചു വരാനുള്ള ഇന്ധനം ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുക എന്നുള്ള പ്രാക്ടിക്കലല്ല. തിരിച്ചു വരാനുള്ള ഇന്ധനം നമ്മൾ റോക്കറ്റ് കയറ്റി ചൊവ്വയിൽ എത്തിക്കുമ്പോൾ അവിടെ എത്താൻ തന്നെ വലിയ തോതിൽ ഇന്ധനം വേണം. പിന്നെ തിരികെ വരാൻ ബാക്കിയുണ്ടാവില്ല. അതുകൊണ്ട് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ചൊവ്വയിൽ എത്തിയിട്ട് അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഐസും ഉപയോഗിച്ച് ഫ്യൂവൽ ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കൃത്യമായിട്ട് മനുഷ്യൻ ഒന്ന് നന്നായിട്ട് എത്തി നോക്കിയിട്ടില്ലാത്തൊരു ഗ്രഹത്തിൽ പോയി ഇന്ധനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇപ്പോഴേ സംസാരിക്കുകയാണ്. ഇതിനെയാണ് ISRU അഥവാ ഇൻസിറ്റ്യൂ റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്ന് നാസ പറയുന്നത്. സബാറ്റിയർ റിയാക്ഷൻ എന്നൊരു പ്രോസസ്സ് വഴി അവിടെ വെച്ച് ലിക്വിഡ് മീഥേനും ലിക്വിഡ് ഓക്സിജനും ഉണ്ടാക്കണം. ഇതൊരു ബാക്ക് പ്ലാൻ അല്ല, ഇതാണ് മെയിൻ പ്ലാൻ. ഇത് നടന്നില്ലെങ്കിൽ എലൺ മസ്ക് പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവിടെ പോയി താമസിക്കാം, പക്ഷേ തിരിച്ചു വരാൻ പറ്റില്ല. തിരിച്ചു വരാൻ ആവശ്യമായ ഇന്ധനത്തിൻ്റെ അളവ് കേട്ടാൽ നമ്മൾ ഞെട്ടും. ഏകദേശം 1200 ടൺ വേണം. അതായത് 800 കാറുകളുടെ അത്രയും ഭാരം വരുന്ന ഇന്ധനം അവിടെ നിന്ന് തിരിച്ചു വരാൻ ആവശ്യമുണ്ട്. ഇത്രയും വലിയ അളവിൽ ഇന്ധനം ഭൂമിയിലല്ലാതെ മറ്റൊരു ഗ്രഹത്തിൽ വെച്ച് ഉണ്ടാക്കുക എന്ന് പറയുന്ന സിമ്പിൾ കാര്യമല്ല.
നാസയുടെ JPL കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഡൊണാൾഡ് റാപ്പ് എന്നൊരു കെമിക്കൽ എഞ്ചിനീയർ 2025 പബ്ലിഷ് ചെയ്തൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഇത്രയും ഇന്ധനം അവിടെ വെച്ച് ഉണ്ടാക്കി സൂക്ഷിക്കാൻ ചുരുങ്ങിയത് 10-25 വർഷത്തെ റിസർച്ച് മാത്രം വേണമെന്നാണ്. അപ്പോൾ സ്പേസ് എക്സും എലൺ മസ്കും പറയുന്ന ടൈം ലൈനിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല. സോ ഇത് സോൾവ് ചെയ്യാൻ ആദ്യം വേണ്ടത് ഐസ് രൂപത്തിലുള്ള വെള്ളമാണ്. ചൊവ്വയിൽ വെള്ളമുണ്ടെങ്കിലും അതവർ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ സോളാർ പാനലിന് ആവശ്യത്തിന് വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് കൃത്യമായിട്ടുള്ള അളവിലുണ്ടോ എന്ന് നമുക്കറിയില്ല. പോരാഞ്ഞിട്ട് ഈ ഉണ്ടാക്കുന്ന മീഥൈൻ -162 ഡിഗ്രിയിലും ഓക്സിജൻ -183 ഡിഗ്രിയിലും വലിയ ടാങ്കുകളിൽ മാസങ്ങളോളം സുരക്ഷിതമായി സൂക്ഷിക്കണം. ചൊവ്വയിലെ താപനില വേരിയേഷനും പൊടിക്കാറ്റുമൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ്? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റേഡിയേഷൻ തലച്ചോറ് നശിപ്പിക്കുന്നു, മൈക്രോഗ്രാവിറ്റി ശരീരത്തെ തളർത്തുന്നു, മണ്ണിലെ വിഷം ശ്വാസകോശത്തെ ഇല്ലാതാക്കുന്നു, ഏകാന്തത മനസ്സിനെ തകർക്കുന്നു, അസുഖം വന്ന ഡോക്ടർമാരില്ല, തിരിച്ചു വരാനുള്ള ഇന്ധനമില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കും, പിന്നെ എന്തിനാ ചൊവ്വയിലേക്ക് പോണേ? പക്ഷേ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ചൊവ്വയിലേക്ക് പോകരുത് എന്നല്ല ഇതിൻ്റെ അർത്ഥം. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യമുണ്ട്. ഇനി പറഞ്ഞതും ഞാൻ വിട്ടുപോയതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം പ്രശ്നങ്ങളാണ്. അല്ലാതെ വെറുമൊരു റോക്കറ്റ് ഉണ്ടാക്കുന്ന എഞ്ചിനീയറിംഗ് പ്രോബ്ലം അല്ല. അതൊരു ഹ്യൂമൻ ബയോളജി പ്രശ്നമാണ്, കെമിസ്ട്രിയുടെ പ്രശ്നമാണ്, മെഡിക്കൽ സയൻസിൻ്റെ പ്രശ്നമാണ്. ഒരു റോക്കറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ അത്രയുമോ അതിൽ കൂടുതലോ പ്രാധാന്യം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ കൊടുക്കണം. മേ ബി മനുഷ്യൻ പോകണ്ട, കുറേ നാൾ റോബോട്ടുകൾ പോട്ടെ, അവർക്കിതിൽ പല കാര്യങ്ങളും അനുഭവിക്കേണ്ടി വരില്ല. അവർ പോയി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കട്ടെ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. റോക്കറ്റ് എന്ന് പറയുന്ന ഒരു വാഹനം മാത്രമാണ്. മനുഷ്യനെ അവിടെ സുരക്ഷിതമായി ജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ലക്ഷ്യം. ആളുകളെ ആദ്യം അവിടെ എത്തിക്കാം, പ്രശ്നങ്ങൾ പിന്നെ പതിയെ പരിഹരിക്കാമെന്ന ചിന്ത വളരെ ഡേഞ്ചറസ് ആണ്. അത് അവിടെ പോകുന്ന മനുഷ്യരെ വെറുമൊരു എക്സ്പെരിമെൻ്റായി കാണുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ അവരെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് തുല്യമാണ്. ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ആ വലിയ മിഷൻ എങ്ങാനും പരാജയപ്പെട്ടാൽ, അത് ലൈവായിട്ട് ലോകം മുഴുവൻ കണ്ടാൽ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവിടെ തകർന്നു വീഴുക. അതുകൊണ്ട് തന്നെ ഒരു തിരക്ക് പിടിച്ച് പോകേണ്ട കാര്യമില്ല, അത് നടക്കില്ല. നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമില്ല എന്നല്ല സയൻസ് പറയുന്നത്. AI കടന്നുവരവോടുകൂടി മനുഷ്യൻ്റെ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് പല പ്രശ്നങ്ങൾക്കും. ലോകമെമ്പാടുമുള്ള ലബോറട്ടറികൾ ഇതിനുള്ള പരിഹാരങ്ങൾ പലതും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. റേഡിയേഷൻ അടിച്ച് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി DNA പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മരുന്നുകൾ പരീക്ഷണ ഘട്ടത്തിലുണ്ട്. അതുപോലെ ചൊവ്വയിൽ പോയി കഴിഞ്ഞാൽ അത് റോബോട്ട് പോയിട്ട് അവിടുത്തെ മണ്ണ് ഉപയോഗിച്ച് മീറ്ററോളം കനത്തിൽ മതിൽ കെട്ടി ജീവിക്കാൻ പറ്റുന്നൊരു സംവിധാനം ഉണ്ടാക്കിയാൽ മനുഷ്യന് റേഡിയേഷനിൽ നിന്ന് രക്ഷപ്പെടാമെന്നൊരു സംവിധാനമുണ്ട്. അവിടെ പോകുമ്പോൾ മസിലുകൾ നഷ്ടപ്പെടുന്നത് ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ചില പ്രത്യേക മരുന്നുകൾ മൃഗങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. മണ്ണിലെ വിഷാംശം മാറ്റാൻ വേണ്ടി പെർക്ലോറൈറ്റിനെ തിന്ന് ജീവിക്കുന്ന പ്രത്യേകതരം ബാക്ടീരിയകൾ ഉപയോഗിച്ച് മണ്ണിനെ ശുദ്ധീകരിക്കാനുള്ള പരീക്ഷണവും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൊവ്വയിലെ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് ഓക്സിജൻ ഉണ്ടാക്കാൻ പെർസിവിയറൻസ് റോവറിലെ മോക്സി എന്നൊരു ഉപകരണം വിജയകരമായി പ്രവർത്തിച്ചിരുന്നു. നമ്മളത് വീഡിയോ ചെയ്തിട്ടുണ്ട് പണ്ട്. ചെറിയ തോതിലാണെങ്കിലും അതൊരു വലിയ തുടക്കമാണ്. മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ AIയും VR ടെക്നോളജി ഉപയോഗിച്ച് പരിശീലനങ്ങൾ കൊടുക്കാൻ പറ്റും. അത് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ശരിയായ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ കുറച്ചുകൂടി സമയവും പണവും എല്ലാറ്റിനുമുപരി യഥാർത്ഥ പ്രശ്നം അംഗീകരിക്കാനുള്ള സത്യസന്ധതയും റിസർച്ച് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റും ആവശ്യമുണ്ട്. ഇന്ന് ലോകത്ത് ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പ് അതിൻ്റെ ടെസ്റ്റുകൾ ഓരോന്നായി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചൊവ്വയിലേക്ക് പോകണമെങ്കിൽ ഓർബിറ്റിൽ വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന സാങ്കേതികവിദ്യ പൂർണ്ണമായും വിജയിക്കണം. നാസ അവരുടെ ആർതെമിസ് മിഷനിലൂടെ ആദ്യം ചന്ദ്രനിൽ പോയി അവിടെ വെച്ച് ഇതൊക്കെ പരീക്ഷിച്ച് നോക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർ പറയുന്നത് 2030 ശേഷം മാത്രമേ ചൊവ്വയിലേക്കുള്ളൊരു യാത്ര സ്വപ്നം കാണാവൂ എന്നാണ്. സയൻറ്റിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ അത് ഒരുപാട് വർഷങ്ങൾ നീളുന്ന പ്രോജക്റ്റാണ്. മാത്രമല്ല ചൈന 2033 ഇതൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ചിലരൊക്കെ പറയുന്നത് പോലെ ഇടിപിടിയെന്നും പറഞ്ഞ് നാളെയോ മറ്റന്നാളോ സാധ്യമാവുന്ന കാര്യമല്ല. ഇതാണ് യഥാർത്ഥ സയൻസും വെറുതെ പൊക്കിയടിക്കുന്ന സയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രൊമോഷനുകളും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഏറ്റവും ആദ്യം വേണ്ടത് ഡീപ്പ് സ്പേസ് റേഡിയേഷനെ നേരിടാനുള്ള മരുന്ന് വേണം. രണ്ടാമതായി ഭൂമിയിൽ നിന്ന് മാറി ബഹിരാകാശത്ത് ഒരു സെൻട്രിഫ്യൂജ് പോലുള്ള വാഹനം ഉണ്ടാക്കി അതിൽ ചൊവ്വയ്ക്ക് തുല്യമായിട്ടുള്ള ഗ്രാവിറ്റി ഉണ്ടാക്കിയെടുക്കണം. അവിടെ മനുഷ്യൻ എന്ത് സംഭവിക്കുമെന്ന് പഠിക്കണം. പിന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ AI ഡോക്ടർമാരെയും റോബോട്ടിക് സർജൻ സംവിധാനങ്ങളും ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് കാത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ചൊവ്വയിലേക്ക് പോകാൻ പറ്റും. നമ്മൾ വെറുമൊരു ജീവിയല്ല, കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമിയിൽ പരിണാമപ്പെട്ട് ഇവിടെ ജീവിക്കാൻ പാകപ്പെട്ടവരാണ്. നമ്മുടെ രക്തത്തിലും അസ്ഥിയിലും ശ്വാസകോശത്തിലും ഒക്കെ തന്നെ ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റാണുള്ളത്. അതിൽ നിന്ന് മാറി പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു കോണിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അത് വെറുമൊരു യാത്രയല്ല. ഭൂമിക്ക് പുറത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവിയായി ചിലപ്പോൾ നമ്മൾ മാറുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. ചിലപ്പോൾ പ്രപഞ്ചത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ജീവി അത് ഇവോൾവ് ചെയ്തൊരു സാഹചര്യത്തിൽ നിന്നും മറ്റൊരു ഹാബിറ്റാറ്റിലേക്ക് മാറുക.
അത് നമ്മുടെ സ്വപ്നം മാത്രമല്ല. ഒരുപക്ഷെ നാളെ ഭൂമിയിലേക്ക് ഏതെങ്കിലും ഒരു ഉൽക്ക വന്നിടിച്ചാലോ, ഭൂമി മൊത്തത്തിൽ അണുബോംബുകളെല്ലാം പൊട്ടിത്തെറിച്ച് നശിച്ചാലോ, എന്തെങ്കിലും ഭൂമിക്ക് സംഭവിച്ചാലോ, നമ്മുടെ റേസിനെ നിലനിർത്താനും അത് തിരിച്ച് ഇവിടെ വന്നോ അല്ലെങ്കിൽ മറ്റ് ഗോളങ്ങളിൽ വികസിച്ച് മനുഷ്യരാശിയെ പ്രപഞ്ചത്തിൽ എന്നെന്നും നിലനിർത്താനുള്ള മാർഗം കൂടിയാണ്. അപ്പോൾ പ്രശ്നങ്ങൾ കാണണം, സൊല്യൂഷൻ ഉണ്ടാക്കണം. കാര്യങ്ങൾ ഒട്ടും സിമ്പിളല്ല എന്ന് നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. മാത്രമല്ല, നിങ്ങളുടെ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ courses.jrstudioedu.com എന്ന് പറയുന്ന വെബ്സൈറ്റും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ബ്ലോഗ് വായിക്കാനായിട്ട് jrstudioedu.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.